കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു. ജീവിക്കണമെന്ന ആഗ്രഹം അവനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രതീക്ഷയും. വീണ്ടും മലയാളക്കരയ്ക്ക് വേദന നൽകുന്ന ഒരു വിയോഗവാർത്തയാണ് വന്നിരിക്കുന്നത്. സിനിമ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി കരൾ രോഗബാധിതനായ വിഷ്ണു ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. അതിന് പണം സംഘടിപ്പിക്കുന്നതിനിടയിലാണ് നടന്റെ അപ്രതീക്ഷിത വിയോഗം ഉണ്ടാകുന്നത്. സിനിമയിലെയും സീരിയലിലെയും സുഹൃത്തുക്കളൊക്കെ വിഷ്ണുവിന് ആദരാഞ്ജലികൾ നേർന്ന് എത്തി. കൂട്ടത്തിൽ നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായരുമുണ്ട്. വിഷ്ണുവിനെ അവസാനമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടതും അവിടെ നടന്നതുമായ സംഭവങ്ങളെക്കുറിച്ചാണ് സീമ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. വിഷ്ണുപ്രസാദ് വിട പറഞ്ഞു. എത്രയോ വർഷത്തെ ബന്ധം. എൻ്റെ അപ്പു 6 മാസമായപ്പോൾ തുടങ്ങിയ ബന്ധം. സീരിയൽ ഗോകുലത്തിൽ എൻ്റെ ബ്രദറായി അഭിനയിക്കാൻ വരുമ്പോൾ തുടങ്ങിയ കാലം. അപ്പുവിൻ്റെ 1ാം പിറന്നാൾ ആഘോഷിച്ചത് ആ സെറ്റിൽ വെച്ചായിരുന്നു. എല്ലാവർക്കും തിരക്കേറിയപ്പോൾ കാണൽ കുറവായി. കഴിഞ്ഞയാഴ്ച ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവനെ കണ്ടു. ഞാൻ കുറേ കോമഡിയൊക്കെ പറഞ്ഞു. ഒറ്റക്കൊമ്പനാണ് ഈ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു. പിന്നീട് വൈഫ് കവിത എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി വന്നത് വലിയ ആശ്വാസമായെന്ന്. കൂടെ ആശ്വാസമായി തന്നെ നിൽക്കാനാണ് പോയതും. കരൾ പകുത്തു നൽകാൻ തയ്യാറായ മകളെയും കണ്ടു. വീണ്ടും വരാമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് വിട പറയുമെന്ന് കരുതിയില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവനും ജീവിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ കവിതയെ വിളിച്ചു, സത്യമാണോ എന്നറിയാൻ. അപ്പുറത്ത് കരച്ചിലായിരുന്നു മറുപടി. പെങ്ങൾ വരാൻ വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റി. മറ്റന്നാളായിരിക്കും അടക്കം. എനിക്കാണെങ്കിൽ ഇന്നും നാളെയും വർക്കും. അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാതെ പോകുന്നു. വിഷ്ണു വിട എന്ന് പറഞ്ഞാണ് സീമ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നടൻ കിഷോർ സത്യയായിരുന്നു വിഷ്ണുവിന്റെ വിയോഗവാർത്ത പങ്കുവെച്ച് ആദ്യം എത്തിയത്. സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണു പ്രസാദ്. വില്ലൻ വേഷങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയനായത്. വിനയൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കാശിയിലൂടെയാണ് താരം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥൻ IAS, പതാക, മാറാത്തനാട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. പിന്നീട് നിരവധി TV സീരിയലുകളിലും വിഷ്ണുപ്രസാദ് സജീവമായി.